ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണ ഒരു പുതിയ തുടക്കമാണ് ലക്ഷ്യം വെക്കുന്നത്. രജത് പട്ടിദാറാണ് ഇത്തവണ അവരെ നയിക്കുന്നത്. മോശമല്ലാത്ത ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ RCBക്ക് കഴിഞ്ഞിട്ടുണ്ട്. RCBയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്കസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് RCBയുടെ 11-ൽ നിർണായകമാകുന്ന ചില തീരുമാനങ്ങൾ ടീമിന് എടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവർ വിശകലനം ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഏതൊക്കെ വിദേശ താരങ്ങളെ കളിപ്പിക്കണം എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, രജത് പട്ടിദാർ എന്നിവർക്ക് ടോപ്പ് 4-ൽ സ്ഥാനം ഉറപ്പാണ്. പിന്നീട് മിഡിൽ ഓർഡർ, അതുപോലെ തന്നെ മിഡിൽ ലോവർ ഓർഡർ എന്നിവിടങ്ങളിൽ ഏതൊക്കെ താരങ്ങളെ കളിപ്പിക്കണം എന്ന കാര്യത്തിലാണ് RCBക്ക് ഒരു കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ജേക്കബ് ബേദൽ, ലിയാം ലിവിങ്സ്റ്റൺ, റൊമാരിയോ ഷെഫേർഡ്, ടിം ഡേവിഡ് എന്നീ 4 വിദേശ താരങ്ങളെ അവിടെ RCBക്ക് അവൈലബിൾ ആണ്. ഇതിൽ ലിയാം ലിവിങ്സ്റ്റൺ സ്ഥാനം ഉറപ്പാണ്. പിന്നീട് ആര് വരും എന്ന കാര്യത്തിലാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത്. മറ്റ് 2 പേരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടിം ഡേവിഡിന് IPLൽ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്നതിൽ ടിം ഡേവിഡ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. റൊമാരിയോ ഷെഫേർഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ വരുന്നത്. അതേസമയം ജേക്കബ് ബേദേൽ പരിക്കിന്റെ പിടിയിലാണ്. അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ വിദേശ താരങ്ങളിൽ ആരെ കളിപ്പിക്കും എന്നത് RCBയെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദേവ്ദത്ത് പടിക്കൽ എവിടെ ഫിറ്റ് ആകും എന്നുള്ളതാണ്. 2020-21 സീസണുകളിൽ RCBക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ദേവ്ദത്ത് പടിക്കൽ. ആകെ 884 റൺസാണ് ഈ 2 സീസണുകളിലായിക്കൊണ്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലേക്ക് പോയി. അവിടെ 2 സീസണുകളിലായിക്കൊണ്ട് 637 റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ LSGക്ക് വേണ്ടി 7 മത്സരങ്ങൾ കളിച്ച താരം കേവലം 38 റൺസ് മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായി വരികയാണ്. അതുകൊണ്ട് തന്നെ താരത്തിന്റെ കാര്യത്തിലുള്ള പ്ലാനുകൾ RCBക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് വ്യക്തമല്ല. ഒരുപക്ഷെ ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്താനായിരിക്കും RCBയുടെ പദ്ധതി. ഏതായാലും ദേവദത്ത് പടിക്കലിനെ എങ്ങനെയാണ് RCB ഉപയോഗിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, ജോഷ് ഹേസൽവുഡ് പുറത്തായി കഴിഞ്ഞാൽ ആ വിടവ് ആര് നികത്തും എന്നുള്ളതാണ്. RCBയുടെ പേസ് ബൗളിങ്ങിനെ നയിക്കേണ്ട ഉത്തരവാദിത്തം ഓസ്ട്രേലിയൻ താരമായ ജോഷ് ഹേസൽവുഡിനാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം കളിക്കുന്നില്ല. IPLൽ കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. താരത്തിന് മത്സരങ്ങൾ നഷ്ടമാവുകയാണെങ്കിൽ ലുങ്കി എങ്കിഡി, അതുപോലെ തന്നെ നുവാൻ തുഷാര എന്നിവരിൽ ഏതെങ്കിലും ഒരു താരത്തെ RCBക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. ലുങ്കി എങ്കിഡിയുടെ സമീപകാലത്തെ കണക്കുകൾ ഒട്ടും ആശാവഹമല്ല. അതിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കാൻ നുവാൻ തുഷാരയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ ആരെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ 3 പോയിന്റുകളാണ് ഇപ്പോൾ ക്രിക്കസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശകലനം ചെയ്തിട്ടുള്ളത്. ഏതായാലും സാധ്യമായ ഏറ്റവും മികച്ച ഒരു 11 തന്നെ RCB കളിക്കളത്തിലേക്ക് ഇറക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.